ഹായ്. നീറ്റ് പ്രിപ്പറേഷനിടയിൽ നമുക്ക് കോമൺ ആയിട്ട് വരുത്തുന്ന 5 മിസ്റ്റേക്സിൻ്റെ കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. 1. നോട്ട് റിവൈസിങ് ഇനഫ്. റിവിഷൻ എത്ര തവണ നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ പറ്റുന്നോ പരീക്ഷയ്ക്ക് മുമ്പ് അത്രയും നല്ലത്. ചുരുങ്ങിയത് 5 തവണയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടി പറ്റണം. എല്ലാ ടോപ്പിക്സും കവർ ചെയ്യണം എന്നല്ല, ഒരു 2-3 റിവിഷൻ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കോർ ഏരിയ ഏതാണ്. കോർ ഏരിയനെ ഫോക്കസ് ചെയ്ത് അതിൻ്റെ റിവിഷൻ നടത്തണം. പുതിയ ടോപ്പിക്സ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത പുതിയ ടോപ്പിക്സ് കാണുവാണെങ്കിൽ ദയവ് ചെയ്ത് അതിൻ്റെ പുറകെ പോകരുത്. കാരണം അതിൽ നിന്ന് വരാൻ പോകുന്നത് മേ ബി ഒരു ക്വസ്റ്റ്യൻ വല്ലതുമായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 5-10 ക്വസ്റ്റ്യൻസിന് കവർ ചെയ്യാനുള്ള അതിൻ്റെ റിവിഷൻ്റെ സമയമായിരിക്കും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നത്. ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. 2. റിവൈസിങ് ടു മച്ച്. അതെന്താ റിവിഷന് ടു മച്ചോ? അതെന്താണ്? റിവിഷൻ എത്ര എടുത്താലും നല്ലതാണെന്നല്ല പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നിങ്ങൾ ഓരോ തവണ റിവൈസ് ചെയ്യുമ്പോഴും നിങ്ങൾ എടുക്കുന്ന ആ ഒരു ദൈർഘ്യം അത് കുറഞ്ഞു വരണം. അതായത് ആദ്യത്തെ തവണ നിങ്ങൾ വായിച്ച അതേ സമയം സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് നിങ്ങളുടെ ഓരോ റിവിഷൻ കഴിയും തോറും പിന്നീടുള്ള റിവിഷൻസ് നിങ്ങൾ അത് തന്നെ അത്രയും സമയം തന്നെ എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതിന് പകരം നിങ്ങൾക്ക് എന്താണോ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയ അതിൽ നിന്ന് മാത്രം എടുത്ത് അതിൻ്റെ MCQs സോൾവ് ചെയ്ത് വേഗം പടിപടയാൻ നമ്മൾ അടുത്ത ടോപ്പിക്ക് കവർ ചെയ്ത് പോകണം. അപ്പം നമ്മളുടെ സമയവും പോകില്ല. നമുക്ക് ബേസിക് ഫ്രെയിംവർക്ക് ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം ജസ്റ്റ് ബ്രഷപ്പ് ചെയ്ത് പോകുന്ന വഴി നമുക്ക് കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ മനസ്സിലാക്കാനായിട്ടും പറ്റും. 3. നമ്മളുടെ ഗ്രാൻഡ് ടെസ്റ്റ് ഒഴിവാക്കുന്ന പരിപാടി. ഗ്രാൻഡ് ടെസ്റ്റ് ഒഴിവാക്കുക ഇത് ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വരെ പറ്റുന്ന മിസ്റ്റേക്കാണ്. ഗ്രാൻഡ് ടെസ്റ്റ് ഒഴിവാക്കുക, MCQs ഇത് സോൾവ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. MCQs സോൾവ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ഇനി വീണ്ടും ഊന്നി പറയേണ്ട, അതാണ് കീ എന്ന് പറയുന്നത്. ഗ്രാൻഡ് ടെസ്റ്റും MCQ സോൾവിങ്ങും ആണ് അതിൻ്റെ സീക്രട്ട് കീ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇങ്ങനെ നടന്നു വരുമായിരിക്കും. പക്ഷേ എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായിട്ടുള്ള ഒരു വീക്ക് ഏരിയ ഉണ്ടാവും. ആ ഇന്ന ടോപ്പിക്കായിരിക്കും ഒരാൾക്ക് വീക്ക്, അടുത്ത ആൾക്ക് വേറെ. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മളൊരു എക്സാം അപ്പിയർ ചെയ്യണം, അല്ലേ? അപ്പോൾ നമ്മളുടെ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന ഗ്രാൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒറിജിനൽ ശരിക്കുള്ള നീറ്റിൻ്റെ എക്സാം തന്നെയാണെങ്കിൽ അത് നമുക്ക് അറിയില്ല. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് എൻ്റെ വീക്ക് സ്പോട്ട് ഏതാണ്. അങ്ങനെ നഷ്ടപ്പെടുത്താൻ നമ്മുടെ സമയമില്ല. അതിന് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഗ്രാൻഡ് ടെസ്റ്റുകൾ അപ്പിയർ ചെയ്യുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് പലതുണ്ട് ഗുണം. നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് ഏരിയ മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഭാഗത്ത് റിവിഷനിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത് ആ ഭാഗം ശരിയാക്കാൻ വേണ്ടി പറ്റും. 3. നിങ്ങളുടെ ഫെല്ലോ കോമ്പറ്റീറ്റേഴ്സ് എവിടെയാണ്, നിങ്ങളെ അപേക്ഷിച്ച് അവരെവിടെയാണ്, നിങ്ങളുടെ സ്ഥാനം എത്രയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. 4. ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഏറ്റവും അധികം ആൾക്കാർക്ക് ഇല്ലാത്ത സാധനവും ടൈം മാനേജ്മെൻറ്റ് തന്നെയാണ്. ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും നമ്മൾ അതേ ഇതിലേക്ക് തന്നെ സർക്കിൾ ചെയ്ത് വരുന്നത്. ടൈം മാനേജ്മെൻറ്റിൽ നമുക്ക് കൃത്യമാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാൻഡ് ടെസ്റ്റ് അപ്പിയർ ചെയ്യണം. അപ്പം നമുക്കൊരു റിയൽ ലൈഫ് എക്സാമിൻ്റെ പ്രതീതി കിട്ടും. നമ്മളുടെ സമയം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ അത് വളരെയധികം സഹായകരമായിരിക്കും. അതുമാത്രമല്ല, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിൽ കീവേഡ്സ്, ഒരു ക്വസ്റ്റ്യൻ ഇപ്പം വലിയ നീളമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ 1-2 കീവേഡ്സ്, കീ പോയിന്റ്സ് ഉണ്ടാവും. ആ കീ പോയിന്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ച് നോക്കിയില്ലെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കഴിവ് നിങ്ങൾക്ക് കിട്ടുന്നത് ഗ്രാൻഡ് ടെസ്റ്റും മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ MCQs പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾ പോലും അറിയാണ്ട് ഈ സ്കില്ല് നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കട്ടെ, അയ്യോ ഇതെനിക്ക് കിട്ടിയില്ലല്ലോ എന്നും വിചാരിച്ച് ആ ക്വസ്റ്റ്യൻ്റെ മേലെ തന്നെ കിടന്ന് പണിപെട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം കൂടെ നിങ്ങൾക്ക് കളയരുത്. ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വേഗം സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ താഴെ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ഇതിൻ്റെ മേലെ സമയം കളയുന്നത് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനും കൂടെ പറ്റില്ല. എന്ത് കഷ്ടമായിരിക്കും അത്. അപ്പോൾ അതിന് പകരം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക, മറ്റമിട്ട് വെച്ചേക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ വീണ്ടും വരിക. ആ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് സമയമുണ്ടെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യാം. ഓക്കെ. അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് നോട്ട് യൂസിങ് 100% ഓഫ് യുവർ ബ്രെയിൻ. നിങ്ങൾ
നിങ്ങളുടെ പരീക്ഷ നിങ്ങൾ ഇത്രയധികം എഫേർട്ട് ഇട്ടു, ഒരു വർഷം മൊത്തം എഫേർട്ട് ഇട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ച്, പക്ഷേ പരീക്ഷയുടെ തലേദിവസം നിങ്ങളുടെ സ്ട്രെസ് കൊണ്ട്, ആ ഒരു ആൻസൈറ്റി കൊണ്ട് മര്യാദയ്ക്ക് ഉറങ്ങിയില്ല, ആകെപ്പാടെ ഒരു ഗ്രോഗി ഫീലിംഗ് ആയിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി ചെന്നു. നിങ്ങളുടെ ബ്രെയിൻ അതിൻ്റെ ഒരു സാധാരണ ഉള്ളതിൽ നിന്ന് 50% മാത്രം വർക്ക് ചെയ്യുന്നു. ആ അവസ്ഥയിൽ നിങ്ങളുടെ പെർഫോമൻസും നന്നായിട്ട് ഉറങ്ങി സമാധാനമായിട്ട് വന്നിരുന്ന് എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ചിന്തിക്കാൻ 100% അതിൻ്റെ കഴിവും യൂട്ടിലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇഫക്റ്റും അത് രണ്ടും വളരെ വളരെ വലുതാണ്. ആ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉറക്കം അതെപ്പോഴും ഷെഡ്യൂൾ ചെയ്യണം. നമ്മൾ പരീക്ഷ എപ്പോഴാണോ, ഇപ്പം രാവിലെ ആയിരിക്കും നമ്മുടെ എക്സാം, അങ്ങനെയാണെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നമ്മളുടെ റുട്ടീൻ ആ ഒരു വിധത്തിൽ, അതായത് പരീക്ഷ നമ്മുടെ ശരിക്കുള്ള എക്സാം നടക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ ഹൈ അലേർട്ട് സ്റ്റേജിൽ മാക്സിമം എഫിഷ്യൻസി മോഡിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബ്രെയിനിനെ നമ്മൾ ആ ഒരു രീതിയിൽ പരീക്ഷയ്ക്ക് മുന്നേ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ സ്വന്തം പ്രാക്ടീസ് ചെയ്ത് ആ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതാണ് ഈ പറഞ്ഞ 5 കോമൺ മിസ്റ്റേക്സ്. അപ്പം അതെങ്ങനെയാണ് തിരുത്തേണ്ടതെന്നും അത് എങ്ങനെ അവോയ്ഡ് ചെയ്ത് പ്രിപ്പറേഷൻ നടത്തണമെന്നും ഞാൻ ഡിസ്കസ് ചെയ്തു. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.